ഹലോ ഹായ് വെൽക്കം ടു അനദർ വീഡിയോ. ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ജലദോഷമൊക്കെ ആയതുകൊണ്ട് കുറച്ച് സൗണ്ടിനൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പം എൻ്റെ കൂടെ സ്കൂൾ മുതൽ പഠിച്ചിരുന്ന എൻ്റെ ചങ്കായിട്ടുള്ളൊരു കൂട്ടുകാരിയാണ്. വേറെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും കൂടി ഉണ്ട്. പക്ഷേ അതിൽ ഒരാളുടെ ഷോപ്പാണ് ഇപ്പം ഞാൻ പരിചയപ്പെടുത്തുന്നത്. മിലാന എന്നാണ് ഷോപ്പിൻ്റെ പേര്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് അത്യാവശ്യം നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പം നമുക്ക് ഉള്ളിലോട്ട് കയറി ചെല്ലാം. ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് അവളെ കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പറയിപ്പിക്കാം. ഓക്കെ, ഹായ് 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 ബിഷ്ര. ഹായ് ഹായ്, എന്നാണ് വിശേഷങ്ങൾ? സുഖം തന്നെ. അപ്പം നിൻ്റെ ഷോപ്പിൻ്റെ ഒരു ഇതായിട്ട് ഇന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നിൻ്റെ ഷോപ്പിനൊന്ന് പരിചയപ്പെടുത്തി എന്താണ് സംഭവങ്ങൾ ഇവിടെ ഉള്ളത്? സാധാരണ യൂട്യൂബേഴ്സൊക്കെ പറയുന്ന പോലെ ഇങ്ങോട്ടേക്ക് കടന്നു വരൂ, ഞാൻ നിങ്ങൾക്ക് വളരെയധികം മാസ് കളക്ഷൻ കാണിച്ചു തരാം എന്നൊന്നും പറയുന്നില്ല. വളരെ ചെറിയൊരു ഷോപ്പാണ്, വളരെ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഉള്ള കളക്ഷൻസൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പിന്നെ എത്ര നമ്മുടെ ഷോപ്പ് കണ്ടിട്ട് പലരും കയറാതെ പോകാറുണ്ട്, ഭയങ്കര റേറ്റ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതിൻ്റെ ഉള്ളിൽ വന്ന് നമ്മളുടെ പ്രോഡക്ട്സ് പരിചയപ്പെട്ടിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പാണ്. എൻ്റെ ഈ അടിപൊളി സെറ്റപ്പും ഇതെല്ലാം കാണുമ്പോൾ പെട്ടെന്ന് വിചാരിക്കും ഈ കൊടുത്തിരിക്കുന്ന സകലമാന സെറ്റിങ്സിനും കൂടി മൊത്തം വില ഈടാക്കിയിട്ട് ഇവർ വിടുള്ളൂ എന്നാണ് വിചാരിക്കുക. പക്ഷേ ഉള്ള വാസ്തവം പറയാം, നല്ല എന്താ പറയുക, അല്ല നമുക്ക് എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആട്ടോ ഞാൻ യൂസ് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത്. വളരെ എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് നമ്മുടെ ഇവിടെ സ്റ്റാർട്ടിങ്. ഇതും വെറുതെ ആൾക്കാർ പറയും വെറും 600 രൂപ, വെറും 500 രൂപ, വെറും 600 രൂപ എന്നൊക്കെ പറയുന്നത് മോശമാണ്. 600 രൂപയ്ക്ക് 600 രൂപയുടെ വിലയുണ്ട്. പക്ഷെ നമ്മളുടെ അടുത്തുള്ളത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. 20%, 30%, അപ് ടു 50% വരെ നമ്മൾ ഓഫ് ഇട്ടിട്ടുണ്ട്. വരൂ, വന്നിട്ട് നമുക്ക് നേരിട്ട് കാണാം. ഇല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നിങ്ങൾ അതിൽ തന്നെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. നമ്മളത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അയച്ചു തരാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വിദേശത്താണെങ്കിലും പറഞ്ഞാൽ മതി. പക്ഷേ ഷിപ്പിംഗ് ചാർജ് തരേണ്ടി വരും. കാരണം മിക്കവാറും നമ്മുടെ ടോപ്പിനേക്കാളും റേറ്റ് ആവും ഷിപ്പിംഗ് ചാർജിന്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ അയച്ചു തരും, ഫ്രീ ഡെലിവറി ചെയ്തു തരാം. അത് നമുക്ക് ഷോപ്പ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. നമ്മുടെ ഷോപ്പിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ആദ്യം തന്നെ കുറച്ച് കുർത്തീസ്. ഇത് ആക്ച്വലി ഈ കുർത്തി എ-ലൈൻ ടൈപ്പാണ്, പ്രിൻസസ് കട്ടാണ്, പ്യുവർ കോട്ടൺ ആണ്. കോട്ടൺ എന്ന് പറഞ്ഞാൽ നോർമൽ കോട്ടൺ അല്ല, കുറച്ച് കട്ടിയുള്ള കോട്ടൺ ആണ്. മീൻസ് നമുക്കിത് നിഴലടിക്കും അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. ഇതിൻ്റെ റേറ്റ് വരുന്നത് 865 ആണ്. കയ്യിൽ ലേസൊക്കെ ഉള്ള ടൈപ്പ്, പോക്കറ്റ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം ചൂടെടുത്തിട്ടില്ല. നമുക്ക് ചൂടുകാലത്തൊക്കെ നല്ല ഇതായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ചുരിദാറാണ് ഇത്. നമുക്ക് ആദ്യം കുറച്ച് കോട്ടൺ കളക്ഷൻസ് കാണാം കേട്ടോ. കോട്ടൺ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. ഇതെല്ലാം അഫോർഡബിൾ റേറ്റുമാണ്. ഇതിപ്പോൾ റേറ്റ് വരുന്നത് 615 ആണ്. ഇത് എ-ലൈൻ അല്ല, സൈഡ് സ്ലിറ്റ് ആണ്, കോളർ നെക്കാണ്. പിന്നെ നമുക്ക് ഡെയിലി യൂസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മെറ്റീരിയലാണിത്. ഇതും കോട്ടൺ ആണ്, അത്ര ഹെവിയൊന്നും അല്ല. ഉണങ്ങാനൊന്നും ബുദ്ധിമുട്ടൊന്നും, കോട്ടൺ എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ട്, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ഇത് ലൈറ്റ് കോട്ടൺ ആണ്. ഇത് ഒരു കോട്ടൺ തന്നെയാണ്. ഇത് കോളർ നെക്ക് അല്ല, സൈഡ് സ്ലിറ്റ് തന്നെയാണ്. റേറ്റ് വരുന്നത് ജസ്റ്റ് 560 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, തീരെ കട്ടിയില്ല, ഇടാൻ നല്ല സുഖമാണ്. കണ്ടി നമുക്ക് എന്താ പറയുക, എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കണ്ടത്. ഏതായാലും ഇങ്ങനത്തെ സ്റ്റഫ് കുറേ പേരുടെ കയ്യിൽ കണ്ടിട്ടുണ്ട്. ഇത് റയോൺ ആണ്. ഇത് ആക്ച്വലി ദിസ് ഇസ് നോട്ട് കോട്ടൺ, ഇത് റയോൺ ആണ്. ഇത് ആക്ച്വലി 575 രൂപയാണ് ഇതിന്റെ റേറ്റ്. റയോൺ നല്ല റേറ്റ് ഉണ്ട്. ഇതും പക്ഷേ ഇടാൻ നല്ല സുഖം, വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ഇത് സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ഇതിന്റെയൊക്കെ എല്ലാ സൈസസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഷോർട്ട് അല്ലേ, ഷോർട്ടിന്റെ നമുക്ക് ജീൻസിന്റെ കൂടെ ഇടണമെങ്കിൽ ഇടാം. ഇതിപ്പോ ആക്ച്വലി ഇതിന്റെ റേറ്റ് വരുന്നത് 300 സംതിങ്, 375 ആണ്. ഇതിന് 20% ഓഫും വരും. ഇത് നമുക്ക് മിഡിയുടെ കൂടെ യൂസ് ചെയ്യാം, ജീൻസിനുള്ള സംഭവങ്ങൾ കിട്ടാനാണ് കുറച്ച് പണി. പ്രത്യേകിച്ച് എന്നെ പോലെ നീളമില്ലാത്ത ആളുകൾക്കൊക്കെ എളുപ്പം. ഷർട്ട്സ് അല്ലേ, കൊള്ളാം. ഈ ഷർട്ടിന് 390 ആണ് ഇതിന്റെ റേറ്റ്. ഇതിൽ 20% എഗെയിൻ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും.
നല്ല സ്മൂത്താണ്. എല്ലാം സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, ഒത്തിരി ഹെവി ആയിട്ടുള്ളതൊന്നും അല്ല നമ്മുടെ അടുത്തുള്ളത്. ഇത് വേറെ ഒരു ബലൂൺ ടൈപ്പ് പോലത്തെ ഇതൊരു വേറെ ഒരു മോഡലാണ്. ഇതും റേറ്റ് 340 ഉള്ളൂ. 340 വീണ്ടും 20% ഡിസ്കൗണ്ട് വരും നിങ്ങൾക്ക്. പിന്നെ ടീഷർട്ട്സ് ബാക്കിലുള്ള ജീൻസ് ടൈപ്പ് ഉണ്ടോ? ഇത് ഷ്രഗ് പോലെയും യൂസ് ചെയ്യാം നമുക്ക്. അതുപോലെ സ്ലീവ്ലെസ് ബനിയൻ എന്തെങ്കിലും ഉള്ളിലിട്ടിട്ട് നമുക്ക് അതിൻ്റെ മേലെ ഇത് ഓപ്പൺ ആയിട്ടും ഇടാം, ഓപ്പൺ അല്ലാതെയും ഇടാം ഈ സാധനത്തിൽ. ഇത് 560 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷെ ഇതിന് വീണ്ടും 25% ഓഫ് വരുന്നുണ്ട്. ഓക്കെ. ഇതെല്ലാം റണ്ണിങ് മെറ്റീരിയലുകളല്ലോ. ഇതെല്ലാം റണ്ണിങ് മെറ്റീരിയൽ താഴെയാണ്. ഇതൊക്കെ റണ്ണിങ് മെറ്റീരിയൽസ് ആണ്. കളറുകളൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഏത് സ്റ്റഫ് വേണോ അതൊക്കെ യൂസ്. അതെല്ലാം ഇതൊക്കെ കോട്ടൺ ആണ്, നല്ല അടിപൊളി കോട്ടൺ ആണ്. ഇതൊക്കെ ഓർഗൻസ പോലെ പല മെറ്റീരിയൽസ് ഉണ്ട്. ഇത് ലിനനാണ്. ലിനൻ ടൈപ്പ്. ഇതെല്ലാം കോട്ടൺ ആണ്. കൂടുതലും നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ പോകുന്നത് കോട്ടൺ ആയിരിക്കും, കാരണം ടോപ്സ് അടിക്കാനും ഫ്രോക്ക് അടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതെല്ലാം കോട്ടൺ ആണ്. കോളേജ് സ്റ്റുഡൻസിനാണെങ്കിലും പുറത്തേക്ക് പോകുന്നത് ഇത് ജോർജറ്റ് ആണ്. ജോർജറ്റും നമുക്ക് എ ലൈൻ ഫ്രോക്ക് ഒക്കെ അടിക്കാനായിട്ട് യൂസ് ചെയ്യാം. കുർത്താസ് ഒക്കെയാണ് നമ്മൾ അടിക്കാൻ ഉപയോഗിക്കുക. ഷോർട്ട് കുർത്ത ജീൻസിൻ്റെ കൂടെയൊക്കെ അടിക്കാനാണെങ്കിൽ ഇങ്ങനത്തെ മെറ്റീരിയൽ എടുക്കാം. ഇത് ശരിക്കും കുർത്ത മെറ്റീരിയൽ തന്നെയാണ്. ഇതിൻ്റെ തന്നെ വെറൈറ്റി കളേഴ്സ് ഉണ്ട് നമ്മുടെ അടുത്ത്. ഞാൻ കുറേ മെറ്റീരിയൽ ഇത് ഈ കളറ് കുർത്ത, നല്ല കുർത്താസ് അടിക്കാനായിട്ട് നല്ലതായിരിക്കും. ഈ സംഭവം കാണുമ്പോൾ ആ സംഭവം ഇത് അടിപൊളിയായിട്ട്. ഇതെല്ലാം ടോപ്സാണ്. കളറുകൾ ഇതെല്ലാം ടോപ്സാണ്, കുർത്താസാണ്. കുർത്തകൾ വേണ്ടവർക്ക് സിമ്പിൾ ആൻഡ് ഹംബിൾ. ഇതെല്ലാം സിമ്പിൾ കുർത്തകളാണ്, ഒത്തിരി ഹെവി വർക്കുകളൊന്നും ഹെവി ഒന്നുമല്ല, നല്ല സോഫ്റ്റ് ആണ്. ഇതെല്ലാം ബിലോ 600 ആണ്. എല്ലാം 500, 550 സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. നമുക്കൊന്ന് ജോലിക്ക് പോകുന്ന സ്ഥിരം ഡെയിലി ഇതെല്ലാം കുർത്താസ് തന്നെയാണ്. ക്ലോത്തിൻ്റെതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതെല്ലാം സോഫ്റ്റ് മെറ്റീരിയലാണ്, നമുക്ക് ഇടാൻ നല്ല സുഖമായിരിക്കും. അപ്പോൾ കളേഴ്സൊക്കെ ഇത് കൊള്ളാമല്ലോ. ഈ കളറ് അടിപൊളി, നല്ല പൂക്കളൊക്കെ. അത് ശരിക്കും മസ്ലിൻ സിൽക്ക് എന്ന് പറയും ആ മെറ്റീരിയൽ. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. സോഫ്റ്റ്. ഇത് വാഷിങ് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇരിക്കും. നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഇത് ഷോളിൻ്റെ സെക്ഷനാണ്. ഷോളുകൾ പലതരത്തിലുള്ള പല ടൈപ്പിലുള്ള ഷോളുകളും സ്റ്റോളുകളും ഉണ്ട്. എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഷോളുകൾ. അപ്പം ഞാൻ ഏറ്റവും ആദ്യം പോവുകയാണെങ്കിൽ ഷോളുകളിലെ അതിലോട്ടാണ് പോവുക. അപ്പോൾ നിങ്ങൾക്കിത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കളക്ഷൻസ് ഇപ്പം ക്രിസ്മസിൻ്റെ ഇതൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ പോയത് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ കുറേ സെയിൽസൊക്കെ കഴിഞ്ഞതാണ്. ന്യൂ സ്റ്റോക്ക് എടുത്ത് കൊണ്ടുവരാൻ പോകുന്നുള്ളൂ നെക്സ്റ്റ്. അപ്പോൾ അടിപൊളി ഷോളുകളാണ്. ആർക്കും ഏത് രീതിയിലും നമുക്ക് ഫ്രണ്ട് സൈഡ് ഇടാനോ 2 സൈഡ് ഇടാനൊക്കെ പറ്റുന്ന ഷോളുകളാണ്. പിന്നെ വേറെ ടൈപ്പ് കുർത്തകൾ ഏത് ടൈപ്പ് വേണോ കളക്ഷൻസ്, നിങ്ങൾക്ക് ഏത് സൈസ് വേണോ അതെല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ, ഇത് വേറെ ഫ്ലോർ ടൈപ്പാട്ടോ, ഒഴുകി കിടക്കുന്ന ടൈപ്പാണ്. അപ്പോൾ സ്ലിറ്റ് ഉള്ളതും സ്ലിറ്റ് ഇല്ലാത്തതും കോളറുള്ളതും കോളറില്ലാത്തതും കൈയുള്ളതും കൈയില്ലാത്തതും എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ഹാൻഡ് വർക്ക് ഇല്ലാത്തത്, എംബ്രോയിഡറി ടൈപ്പ് എല്ലാം ഉണ്ട്. ഇനി ഏതാണ് വേണ്ടത് പിന്നെ അതുപോലെ ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ഇവിടെ വെച്ചിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസിൻ്റെ ഇതാണ്. അടിപൊളി സെറ്റപ്പൊക്കെയാണ്. കടയുടെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ ഗവൺമെൻറ് ടീംസിന് മാത്രമേ വരാൻ പറ്റുള്ളൂ.
അല്ലെങ്കിൽ അതിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട 1-2 ഇതുണ്ട്, അതൊന്ന് കാണിച്ചു തരണേ. ഇത് കൊള്ളാം, നല്ല രസമുണ്ട്. ഇത് കട്ട് വർക്കില്ലടാ, അത് കട്ട് വർക്കിൻ്റെയാണ്. അതിൻ്റെ തന്നെ വേറെ കളേഴ്സ് ഉണ്ട് നമുക്ക്. അതിൻ്റെ ഒരു നേവി ബ്ലൂ കളറായത്, ഇതൊരു ഗ്രേപ്പ് വൈൻ കളറാണ്. ഇത് മെറ്റീരിയൽ തന്നെയല്ലേ? മെറ്റീരിയൽ ഷോളിലും കട്ട് വർക്ക് തന്നെയാണ്. ആണോ? അങ്ങനെ ഷോളും എല്ലാം സെയിം കളറാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് ഇപ്പം ഇങ്ങനെയാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഇത് എത്ര റേറ്റ് വരുന്നത്? ഇത് വരുന്നത് കട്ട് വർക്ക് ഉള്ളതുകൊണ്ട് കുറച്ച് റേറ്റ് ഉണ്ട് ഇതിന്. 1400 ആണ് ഇതിൻ്റെ റേറ്റ്. 1400 അല്ലേ? ഓക്കെ. എല്ലാവരും ഇതൊക്കെ ഒക്കെ നല്ല സംഭവങ്ങളാണല്ലോ. ഇത് കോട്ടൻ്റെയാണ്. ഇത് ശരിക്കും പ്യുവർ കോട്ടൺ തുണിയാണ്. അതിൻ്റെ ബോട്ടം കണ്ടോ? ഇത് പലാസോ ബോട്ടം അടിക്കാൻ നല്ല സൂപ്പർ ബോട്ടം അടിക്കാം നമുക്കിതിൽ. ഇനി ബോട്ടം വേണ്ട അങ്ങനത്തെ എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഷോളാക്കിയും, അത് ഷോളല്ല സോറി, വേറൊരു ടോപ്പായിട്ടും വേണമെങ്കിൽ നമുക്കിതിനെ യൂസ് ചെയ്യാം. ഇത് വേറൊരു ടൈപ്പാണ്. ഇതൊക്കെ സെയിലായി പോയതാട്ടോ. അപ്പം ഇതൊക്കെ കസ്റ്റമറിൻ്റെ ഷോളൊക്കെ അടിപൊളി ത്രെഡ് വർക്ക്. ഇത് കണ്ടോ, സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഷോളുകളൊക്കെ കാണാനൊക്കെ. അത് ഭംഗി അതിൻ്റെ വേറൊരു ടൈപ്പാണ്. ക്ലോത്ത് വേറെ, ഇത് വേറെ വ്യത്യാസമുണ്ടല്ലോ അല്ലേ? അത് വേറെ വ്യത്യാസമുണ്ട്. വേറെ കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിൻ്റെ വേറെ കളറാണ്. അതിൻ്റെ ഷോള് ഇങ്ങനത്തെ കളറൊക്കെ സൂപ്പറാക്കാം. എടുക്കുകയാണെങ്കിൽ പിന്നെ കുടുംബം പണയം വെക്കേണ്ടി വരും. ഞാൻ അത് ഫുള്ള് എടുത്തുകൊണ്ട് പോകും, അതാണ് പ്രശ്നം. ഇതിൻ്റെ തന്നെ വേറെ കളറാണ് അതിൻ്റെ ഷോള്. അപ്പോൾ കളറുകൾ ഇഷ്ടം ഉള്ളതിനനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ ഏത് കളറാണെങ്കിലും ഇപ്പോൾ പലവർക്കും ഉണ്ടാവുമല്ലോ യൂണിഫോം. ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു വീഡിയോ കോൾ വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ സെയിലെല്ലാം സെയിലായിപ്പോയി കേട്ടോ. 1-2 എണ്ണമൊക്കെ നമുക്ക് അതിൻ്റെ സെയിലായി പോയതാണ്. കുറേ ഇത് വേറൊരു പാറ്റേൺ ആണ്. ഡിസൈൻ കൊള്ളാം. ഇത് ഫുള്ളും ത്രെഡ് വർക്കാണ് ആക്ച്വലി. അതിൻ്റെ ഷോള് സിമ്പിളാണ്. ഷോള് ഡിസൈൻ എല്ലാം സെയിം കളർ. ബോട്ടം ഷോളും ടോപ്പെല്ലാം നമുക്ക് ഒരേപോലത്തെ കളറിൽ വരുന്നത്. ഇതിൻ്റെ തന്നെ വേറെ കളേഴ്സ് കാണിക്കാം. അതിൻ്റെ വേറെ കളർ ചേഞ്ച്. പല രീതിയിൽ പല ഇതൊക്കെ നമുക്ക് ഇതുണ്ട്. ഇത് അതിൻ്റെ വേറെ കളർ ഷെയ്ഡ് അല്ലേ? അപ്പോൾ ഏത് കളർ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ കിട്ടും, കിട്ടാതെ ഒന്നുമില്ല. എടുത്ത് 2-3 ഇതൊക്കെയാണ് ഇപ്പോൾ നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് ഇതെല്ലാം. ഇതുണ്ടോ, ഇത് ഗ്രീനാണ്, ഇത് വേറൊരു കളറാണ്, ഇത് വേറൊരു കളറാണ്. അപ്പോൾ എല്ലാം ഉണ്ട്. ഇത് നേരത്തെ പറഞ്ഞ ഇത് കൊള്ളാലോ, ഇത് വേറൊരു സംഭവം അല്ലേ? അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് തപ്പിത്തെരഞ്ഞെടുക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. വേണ്ടവരൊക്കെ വരിക. ഇതെടുത്തേടാ, നേവി ബ്ലൂ മാത്രം. ഇത് കട്ട് വർക്ക് തന്നെയാണ്. ഇത് കട്ട് വർക്ക് അല്ലേ? നെക്കിൻ്റെ നമ്മുടെ എന്താണ് പറയുന്നത്, താഴെയല്ല ഇത് വരുന്നത്, മുകളിലത്തെ പോർഷനിലാണ് വരുന്നത്. നെക്കിൻ്റെ അവിടെ നിന്ന് താഴേക്ക് യോക്ക് പോർഷനിൽ ഇത് വരും കട്ട് വർക്ക്. പിന്നെ താഴേക്ക് പ്ലെയിൻ ആണ്. അതിൻ്റെ ഷോള് അടിപൊളി സ്കൈ ബ്ലൂ കളർ തന്നെയാണ് ഇതിൻ്റെ ബോട്ടവും വരുന്നത്. ആക്ച്വലി നമുക്കിതെല്ലാം സ്ട്രോബെറി ബ്ലൂ കളറിൽ സ്ട്രോബെറി കണ്ടില്ല എന്ന് ആരും പറയുന്നത് അടിപൊളിയാണ്. ഇത് കണ്ടോ, നല്ല കട്ട് വർക്കാണ്. ഓരോ ഇതിനും അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യാലിറ്റികളുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ലേഡീസ് സെക്ഷനാണിത് ഫുള്ള് കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. സംഭവം സൂപ്പറായിട്ട് കളർ ഇതിൽ ഏറ്റവും രസമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ കോമ്പിനേഷൻസ് എല്ലാം അടിപൊളിയാണ്. ഇതൊരു സെറ്റാട്ടോ. എൻ്റെ ഷോളാണിത്, ത്രെഡ് വർക്ക്. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ശ്രദ്ധകൾ പോകുന്നത് ഷോളിലോട്ടായിരിക്കും. ടോപ്പ് ഇത് വെച്ച് നോക്കുന്നത് കോട്ടൺ പ്രിൻസ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അജ്രക് പ്രിൻ്റ് ആ ഇരിക്കുന്നതെല്ലാം പ്യുവർ കോട്ടൺ.
ഇത് ആകാശത്തിനും താഴത്തോട്ട് എടുത്താൽ നമുക്ക് നോക്കാമായിരുന്നു. സംഭവം നല്ല അടിപൊളി സംഭവമാണ്. ആകാശത്തിന് താഴോട്ട് നമുക്ക് എടുക്കാലോ. തീർച്ചയായിട്ടും. ഷോളും പാൻറ്റും നേരത്തെ സെയിം കളർ തന്നെയാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ്. ആ സെയിം പാറ്റേൺ ഡിഫറെൻറ്റ് കളറാണ്. ഷോള് കണ്ടല്ല, ഷോൾ സൂപ്പറാട്ടോ. ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിക്കുന്ന സംഭവങ്ങളാണ് ഈ ഷോളുകൾ കേട്ടോ. ഷോളുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസാണ് ഷോളുകൾ. ഒട്ടും വെയിറ്റ് ഇല്ല. ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കി, വെയിറ്റ്ലെസ് ആണ്. നമ്മൾ കാണുമ്പോൾ ഹെവി ആണെന്ന്, പക്ഷെ ഇറ്റ് ഈസ് വെരി വെയിറ്റ്ലെസ്. അല്ല, ഡിസൈൻഡ് ആണ്. ഇതുമായിരിക്കും തയ്ച്ചിടുമ്പോൾ. ഇതിൻ്റെ ഷോള് ഇത് പ്യുവർ കോട്ടൺ ഷോളാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് കണ്ടോ, 960 എൻ്റെ സെറ്റ്. 960 ആട്ടോ. ടോപ്പുണ്ട്. കോമ്പിനേഷൻ സൂപ്പറായിട്ടുണ്ട്. ഷോളാണ് ഈ കാണുന്നത്. വേറെ അടിപൊളിയാണ്. സിൽക്കാണ് ബോട്ടം. പെൻസിൽ പാൻ്റ് കടിക്കുകയാണ് ഈ സിൽക്ക് ബോട്ടം കടിക്കാൻ നല്ല രസമാണ്. ഈ വൈറ്റും ഗ്രീനും ഇതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ട്. ഇപ്പം കാണിച്ച ആ കോട്ടൻ്റെ വേറെ കളേഴ്സ്. മറ്റേത് ഇപ്പം കാണിച്ച അങ്ങനത്തെ വേറെ കളറാണ്. ഇതിൻ്റെ ഏത് കളർ ചേഞ്ച് കാണിക്കുമ്പോൾ ഇത് മറ്റേനേക്കാളും ഒന്നും കൂടി ഇതാട്ടോ ഇഷ്ടമായത്. ഷോള് സിമ്പിളാണ്, പക്ഷെ നല്ല അത്യാവശ്യം നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാം. വലിയ റേറ്റും ഇല്ല, എന്നാൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്ന അടിപൊളി സെറ്റുകളാണ്. അതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി ഉണ്ട്. നമുക്ക് ഈ കളർ കോമ്പിനേഷനും കൂടി ഒന്ന് നോക്കിയാൽ ഇത് വേറൊരു കളർ. അതിൻ്റെ ഷോള് അപ്പം കളർ കോമ്പിനേഷൻസ് വേണ്ടവർക്ക്, സൈസ് വേണ്ടവർക്ക്, ഇനി ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലെല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്ന കളർ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ സമീപിക്കാം. ഏതാണ് നിങ്ങൾക്ക് കളർഫുള്ളായിട്ടുള്ള ഐറ്റംസ് വേണോ, കളർ ഇനി കുറഞ്ഞത് വേണോ, വെറൈറ്റി ടൈപ്പ് വേണോ, ഏത് വേണമെങ്കിലും ഇത് കൊള്ളാം അല്ലേ. കളർ കോമ്പിനേഷൻസ് എല്ലാം സൂപ്പറായിട്ടോ. ഇതൊക്കെ സെറ്റാണ്. ഇനി നിങ്ങൾ ഇത് കണ്ടോ, ഇതൊക്കെ കൊള്ളാലോ, അടിപൊളി. അപ്പോൾ പല രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ പല കളറുകളാണ് ഇവിടെയൊക്കെ വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും എടുത്താൽ തീരൂല, അത്രയ്ക്ക് നല്ല അടിപൊളി കളക്ഷൻസാണ് മൊത്തം മുകളിലുള്ള കോട്ടൺ. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ എല്ലാം നിങ്ങൾ കണ്ടു നോക്കുക. പിന്നെ ഈ സംഭവങ്ങൾ എന്നെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്തിട്ടുള്ള വേറൊരു സംഭവമാണ്. എനിക്കിങ്ങനെ കെട്ടുള്ള ഉടുപ്പ് പോലത്തെ ടൈപ്പ് ടോപ്പുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്നും റേറ്റ് ഇല്ലാത്ത വെറും 300 ബിലോ 400 ബിലോ ഒക്കെയുള്ള സംഭവങ്ങളാണ്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, ഒരു രാജകീയ ലുക്കൊക്കെ തരുന്നതാണ്. എങ്കിലും വളരെ ചെറിയ തീർച്ചയായിട്ടും എന്താ പറയുക, ശരിക്കും സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറയാം. എന്നാലും നമുക്ക് യൂസ് ചെയ്യാനും ഇതിന് ചെയ്യാനൊക്കെ എളുപ്പമുള്ള ഉണ്ടാവും. ഇതൊക്കെ കുർത്തീസാണ്, കുർത്തി സെക്ഷൻസ് ആണല്ലേ. ഇത് എല്ലാ കളറും ഉണ്ട്. എന്താ പറയുക, ലൈറ്റ് ഷെയ്ഡ്സ്, ഡാർക്ക് ഷെയ്ഡ്സ്, ഏത് വേണമെങ്കിലും കുർത്തീസ് തപ്പം. ഇതൊക്കെ ഫ്രോക്ക് ടൈപ്പ് അല്ലേ? ഇത് മറ്റേ അല്ലേ, നല്ല രസമുണ്ട്. ഇതൊക്കെ ഹാൻഡ് വർക്ക് ആട്ടോ. അപ്പോൾ കുർത്തകളാണ് എല്ലാ രീതിയിലുള്ള, ഏതൊക്കെ കളറ് വേണോ, ഏതൊക്കെ ടൈപ്പ് വേണോ എല്ലാം ഉണ്ട്, പല റേറ്റിലുള്ളത്. പിന്നെ ഇത് മാത്രമൊന്നുമല്ല കളക്ഷൻസ്. നിങ്ങൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ എന്ന്. ഇത് ഇവിടെയുണ്ട്. ഇവിടെ ഒരു സ്റ്റിച്ചിങ് ഇതുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവരെ ഓർഡർ ചെയ്ത് തരാനും ഇത് ചെയ്യാനൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ത്രെഡ് വർക്ക്. ഇത് ബീഡ്സ് വർക്ക്, ത്രെഡ് വർക്കും കൂടിയാണ്. ബീഡ്സൊക്കെയാണ് കളർ കോമ്പിനേഷൻ. അടിപൊളിയാട്ടോ. ഇതൊക്കെ സെറ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇത് ജോർജറ്റ് ടൈപ്പാണ്. പിന്നെ ഇതൊക്കെ ഡിസ്കൗണ്ട് റേറ്റിന് ഇട്ട് വെച്ചേക്കുന്ന കുർത്തികളും ടോപ്പുകളും പിന്നെ ഫ്രോക്ക് ടൈപ്പുകൾ എല്ലാം. ഇതൊക്കെ റേറ്റ് കുറഞ്ഞിട്ടുള്ളതാണ്. ഏത് സാധാരണക്കാർക്കും യൂസ് ചെയ്യാവുന്ന ടൈപ്പുകളാണ്. ഇതിൽ ഒരു സംഭവം എനിക്ക് എൻ്റെ കണ്ണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രോക്ക് മോഡലാണ് ഇത്. അപ്പോൾ ഈ ഇതിലുള്ള ഫ്രോക്ക് ടൈപ്പാണ് ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഫ്രോക്ക് ടൈപ്പായിട്ട് തന്നെ യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കുർത്തിയായിട്ട് യൂസ് ചെയ്യണം. താഴെ ബോട്ടം നിർബന്ധം ഉള്ളവർക്ക് ലെഗിൻസ്. അതെ തീർച്ചയായിട്ടും ലെഗിൻസ് ബട്ടർഫ്ലൈ സ്ലീവ് ആണ് ആക്ച്വലി. കാരണം ഇങ്ങനെ
ഇത് സ്ലീവ്ലെസ് ആണ്, ബട്ടർഫ്ലൈ സ്ലീവ് ആണ് ഷോളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി വളരെ റീസണബിൾ റേറ്റിലാണ് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ബിലോ 400 ആണ് ഇതിന്റെ റേറ്റ് ഒക്കെ വരുന്നത്. ഇതൊക്കെ ആ ടൈപ്പാണ് അല്ലേ? ഇത് മോഡൽ ഡിഫറെന്റ് ആണ്, മെറ്റീരിയൽ സെയിം ആണ്. ഇതെല്ലാം ജോർജറ്റ് ആണ്. നല്ല കളർ, ലൈറ്റ് ഷെയ്ഡ്, നല്ല രസമാണ്. ഇതും നിങ്ങൾക്ക് കുർത്തിയായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രോക്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതും റേറ്റ് എല്ലാം വളരെ കുറവാണ്. എല്ലാം 4 കിലോ 400 ആണ് ഈ കുർത്തീസ് ഒക്കെ. ഇതൊക്കെ എന്താ പറയുക, നമുക്ക് ഇങ്ങനത്തെ ഒരു ഷോപ്പിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കിട്ടുമെന്നുള്ളത് ശരിക്കും അത്ഭുതമായിരിക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കട ആയതുകൊണ്ട് പറയുമല്ല, സംഭവം സൂപ്പറാണ്, ഞാനും എടുത്തിട്ടുണ്ട്. ഇത് ബട്ടർഫ്ലൈ അതിൻ്റെ വൈറ്റ് കളറാണ്. ഇങ്ങനത്തെ ഡിസൈൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ കുട്ടികൾക്കും വേണമെങ്കിൽ ഉപയോഗിക്കാം, തീർച്ചയായിട്ടും ഫ്രോക്കായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം, കുട്ടികൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കളർ ഇനി പലവർക്കും പല ടേസ്റ്റ് ആയിരിക്കും. ചിലവർക്ക് ഡാർക്ക് ഷെയ്ഡിനോടായിരിക്കും താല്പര്യം, ചിലവർക്ക് ലൈറ്റ് ഷെയ്ഡിനോടായിരിക്കും താല്പര്യം. ഇതൊക്കെ എനിക്കിഷ്ടപ്പെട്ട ടൈപ്പുകളാണ് കേട്ടോ. നല്ല ഇഷ്ടമാണ്. റീസണബിൾ റേറ്റ് ഉള്ള സാധനമാണ്. 300 സംതിങ് ഒക്കെ വരുള്ളൂ ആ പ്രൈസ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഏത് ടൈപ്പ് വേണോ, നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണോ, അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ ഏത് റേറ്റ് വേണോ. അപ്പോൾ കൊറിയർ എന്നിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരിക. തീർച്ചയായിട്ടും ഞങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള റേറ്റിൽ ഞങ്ങൾ സാധനങ്ങൾ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരും. എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സംഭവം കിട്ടുന്നതായിരിക്കും. ഓരോരുത്തർ സെലക്ട് ചെയ്ത് വെച്ചതാണ്, തയ്ക്കാൻ വെച്ച സംഭവങ്ങളാണ്, വാങ്ങിച്ചു വെച്ചതാണ്. കസ്റ്റമേഴ്സൊക്കെ വന്ന് പോയി, ഏകദേശം രാത്രിയൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഇന്നത്തോടുകൂടി തീർക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പുതിയ ഓരോ ഇനി വരുവാണെങ്കിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. താല്പര്യമുള്ളവർക്കൊക്കെ ഇത് ലാസ്റ്റായിട്ട് ഈ ഒരു സംഭവം കൂടി ഇതൊക്കെ ജോർജറ്റിൻ്റെയാണ്. ജോർജറ്റിൻ്റെ മിക്സർ, ഇതൊക്കെ ജോർജറ്റാണ് കേട്ടോ. അടിപൊളി സംഭവങ്ങളാണ്, ഇഷ്ടംപോലെ ഉണ്ട്. കണ്ടു നിന്നാൽ നമുക്ക് തീരൂല ഈ സംഭവങ്ങളൊന്നും. കളക്ഷൻസ് കുറേ ഉണ്ട്. ഇതൊക്കെ കസ്റ്റമേഴ്സ് വന്ന് നോക്കി ഇട്ട് പോയതാണ്. ചെറിയൊരു ഷോപ്പാണ് എന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലുള്ള നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ വീണ്ടും മിലാന ഡിസൈനേഴ്സ് വീണ്ടും വരാം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ലേഖ ഒരു ബൈ പറഞ്ഞു. ബൈ ബൈ. ഓക്കെ, നമുക്ക് വീണ്ടും എത്രയും പെട്ടെന്ന് തന്നെ കാണാം. തീർച്ചയായിട്ടും. ബൈ 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 ബൈ. Here we go. അപ്പോൾ ഇത്രയും വീഡിയോസ് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി തുടങ്ങി. അതിനു മുമ്പ് ഒരു വാക്ക് കൂടെ പറയട്ടെ. ഈ ഷോപ്പ് നമ്മുടെ എറണാകുളം കടവന്ത്ര എന്ന് പറയുന്ന സ്ഥലത്ത് കത്രിക്കടവ് റോട്ടിലാണ്. അത് കുമാരനാശൻ നഗറിലാണ് കേട്ടോ. മിലാന സ്റ്റുഡിയോ എന്നാണ് പേര്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊറിയർ വേണമെങ്കിൽ സർവീസ് ഉണ്ട്, അവരയച്ചു തരും. അഡ്രസ്സ് കൊടുത്താൽ മതി. പിന്നെ ആ ചുറ്റുവട്ടത്തുള്ളതാണെങ്കിൽ ജെനി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നതുമായിരിക്കും. ഓക്കെ, സ്റ്റിച്ചിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് അവർ ചെയ്തു തരുന്നതായിരിക്കും. എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. ഏത് രീതിയിലാണെങ്കിലും എല്ലാം അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഓക്കെ, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ.